ഇന്നത്തെ ഫലസ്തീനിൻ്റെയും ജോർഡാൻ്റെയും ഇടയിലൂടെ കടന്നു പോകുന്ന ജോർഡാൻ നദി, തൊബരി തടാകത്തിന് തടാകത്തിന് ഇംഗ്ലീഷിൽ പേര് പറയാറുണ്ട്, ഈജിയൻ കടലല്ല, മറന്നുപോയി, എന്താ പറയുന്നത്, ഇസ്രായേലിൻ്റെ കൺട്രികളിലാണ് അതുള്ളത്. അവിടെ നിന്നാണ് ആ വെള്ളമാണ് ഡെഡ് സീയിലേക്ക്, ചാവുകടലിലേക്ക് വരുന്നത്. പോട്ടെ, തൊബരി ലേക്ക് എന്നാൽ ആരെങ്കിലും ഒന്ന് അടിച്ചു നോക്കി. തൊബരി ലേക്ക് എന്ന് അടിച്ചാൽ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? തൊബരി, TABARI, തൊബരി ലേക്ക് ഇൻ പാലസ്റ്റൈൻ എന്നോ അടിച്ചാൽ അതിനൊരു ഇംഗ്ലീഷിൽ വേറെ പേരുണ്ട്, ഇരിക്കട്ടെ. അവിടെ നിന്ന് കടന്നു വരുന്ന ഒരു നദിയാണ് ജോർഡാൻ നദി എന്ന് പറയുന്നത്. ആ നദിയിലാണ് പ്രവാചകനായ യഹ്യ നബി അലൈഹിസ്സലാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നോബക യോഹന്നാൻ എന്ന് പറയുന്ന യഹ്യ നബി അലൈഹിസ്സലാം ഈസ നബിക്ക് സ്നാനം ചെയ്തത് ആ പുഴയിലാണ്. ആ പുഴയിലാണ് സയ്യിദന മൂസ നബി അലൈഹിസ്സലാം ഒരുപാട് വുളു എടുത്തത്. ആ പുഴയിലാണ് സക്കരിയ നബി അലൈഹിസ്സലാം വുളു എടുത്തിട്ടുള്ളത്. പ്രവാചകന്മാർ കുളിച്ചതും വുളു എടുത്തതും സ്നാനം ചെയ്തതുമായ ഒരു പുണ്യ നദിയാണ് ജോർഡാൻ നദി എന്ന് പറയുന്നത്. ചെറിയ തോടാണത്. പേര് കിട്ടിയോ? സീ ഓഫ് ഗലീലി അല്ലേ? ഗലീലി എന്നല്ലേ? ഗലീലി അല്ലേ? സീ ഓഫ് ഗലീലി, അതെ, സീ ഓഫ് ഗലീലി. അത് ശരിക്കും കടലല്ല, സീ അല്ലത്, ഒരു കുളം പോലെയാണ്, ഒരു വിശാലമായ. ചാവുകടൽ എന്ന് പറഞ്ഞതും കടലല്ല, അത് വലിയ തടാകമാണ്. പക്ഷേ കടൽ, സീ ഓഫ് ഗലീലി അല്ലേ? ഗരീബിയ അല്ലല്ലോ. ലേക്ക് തൊബരി നോൺ ആസ് സീ ഓഫ് ഗലീലി ഓർ കിന്നരറ്റ്, significant freshwater lake located in northern Israel or Palestine. അതെ, സീ ഓഫ് ഗലീലി, ഗലീലി എന്ന് പറയാം, ഗലീലി, സീ ഓഫ് ഗലീലി. താങ്ക് യു, ജസാക്കുമുല്ലാഹ് ഖൈർ. മറക്കണ്ട, തൊബരി തടാകം എന്നാണ് അറബിയിൽ പറയാ, സീ ഓഫ് ഗലീലി. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി തആല അലൈഹി ആ ഒരു ജോർഡാൻ നദിയിൽ വുദുവെടുക്കുന്ന ഒരു രംഗമുണ്ട്. മഹാന്റെ കൂടെ ഒരുപാട് മുരീദന്മാർ കൂടെയുണ്ട്. അവർ അസ്രംസ്കരിക്കാൻ വേണ്ടി വെള്ളമെടുത്ത് ജോർഡാൻ നദിയിലിറങ്ങി. നദി എന്ന് പറയാൻ ഇപ്പോൾ ഈ സ്റ്റേജിൻ്റെ അത്ര പോലും വലുപ്പമില്ല ആ വെള്ളത്തിന്. വെള്ളം കടന്നു പോകുന്ന വളരെ ചെറുത്. അവരങ്ങ് ഇസ്രായേലങ്ങ് പിടിച്ചു വെച്ചിട്ട് ജോർഡാനിലേക്ക് പോകേണ്ട ഈ വെള്ളം അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങ് ചാവുകടൽ ഓരോ വർഷവും 1 മീറ്റർ വറ്റി വരണ്ട് 50 കൊല്ലം കൊണ്ട് ചാവുകടൽ എന്ന് പറഞ്ഞ കടലിനെ ചത്തുപോയിട്ടുണ്ടാവുന്ന. അതിലേക്ക് വെള്ളം വരുന്നില്ല, മഴയുമില്ല. അതിലേക്ക് വരേണ്ട വെള്ളമാണ് ജോർഡാൻ നദിയിലൂടെ വരേണ്ടത്, സീ ഓഫ് ഗലീലിയിൽ നിന്ന്. അതവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെറുതെ ഒരു ചെറിയൊരു നീരൊഴുക്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് ചാവുകടൽ കാണാൻ പോകുന്നതിനെ ഇപ്പോൾ പോയിക്കോളൂ, കുറച്ച് കാലം കഴിഞ്ഞാൽ കാണാൻ കിട്ടൂല. ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശമാണ്. ഗുലിബത്തിർ റൂമു ഫി അദ്നൽ അർദ് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഗുലിബത്തിർ റൂം, യൂറോപ്യൻസ് ഹാവ് ബീൻ ഡിഫീറ്റഡ് ഇൻ ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് എർത്ത്. ഭൂമിയിലെ തന്നെ ഏറ്റവും സീ ലെവലിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്ത് റോമക്കാർ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സൂറത്തുർ റൂം. അദ്നൽ അർദ് എന്ന് പറയുന്നത് ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് ഏകദേശം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 350 മീറ്ററോളം സീ ലെവലിൽ നിന്ന് താഴെയാണ് ചാവുകടൽ. അവിടെ നടന്ന യുദ്ധത്തെക്കുറിച്ചാണ് സൂറത്തുർ റൂം ചർച്ച ചെയ്തത്. അപ്പോഴാണ് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് അതെന്ന് യൂറോപ്പുകാരൻ കണ്ടെത്തുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വാക്ക് എത്ര മനോഹരമാണ്. പുണ്യനബി തങ്ങൾ ആ നാട്ടിൽ പോയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുലിബത്തിർ റൂം. ഏതായിരുന്നാലും ജോർഡാൻ നദിയിലേക്ക് വരാം. നമ്മളതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കിയതാണ്. ഇബ്രാഹിം അദ്ഹം തങ്ങൾ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി മുരീദന്മാരുടെ കൂടെ ഇങ്ങനെ കയ്യിൽ വെള്ളമെടുത്ത് മഹാനവറുകൾ വുദൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇങ്ങനെയാണ്: വല്ലാഹി ലൗ അലിമൽ മുലൂക്ക് ഔ അബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഏതാനും തുണിക്കഷ്ണങ്ങൾ മാത്രം പുതച്ച് നടന്നൊരു കാലം. ഇബ്രാഹിം അദ്ഹം എന്നവർ, ഹി വാസ് എ പ്രിൻസ്, അദ്ദേഹം രാജകുമാരനായിരുന്നു. എന്നിട്ട് തസൗഫിൻ്റെ വഴിയിലേക്ക്, സൂഫി മാർഗത്തിലേക്ക് കടന്ന് പ്രപഞ്ചത്തിൽ നിന്നും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകന്നു നിന്ന് ത്യാഗീവര്യനായി ജീവിച്ച് മരിച്ച, എന്നാൽ തത്വജ്ഞാനങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു മഹാപണ്ഡിതനായി മാറി ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇബ്രാഹിം അദ്ഹം തങ്ങളെ. മഹാൻ പറയാൻ, കൂട്ടുകാരെ, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം
ഈ രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരോ അവരുടെ മക്കളോ അറിയുകയാണെങ്കിൽ ആ സന്തോഷം നമ്മിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ അവർ നമ്മളോട് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വന്നേനെ. അത്ര വലിയ ആനന്ദത്തിലാണ് നാം. ആരാ പറയുന്നറിയോ? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുന്ന കാലം, പട്ടിണിയായി ജീവിക്കുന്ന കാലം. പക്ഷേ പടച്ചവനുമായി അള്ളാഹുമായി മനസ്സ് ബന്ധിച്ചിരിക്കുകയാണ്. ആകാശലോകങ്ങളുമായി ബന്ധിക്കുന്ന ഹൃദയമുണ്ട്. സന്തോഷത്തിൻ്റെ താക്കോലെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞത് ഹൃദയത്തിനുള്ളിലാണെങ്കിൽ ആ ഹൃദയം പടച്ചവൻ തന്ന നിഅമത്തിൽ സംതൃപ്തമാണ്. അള്ളാഹുവിന് വഴിപ്പെടുന്ന ശരീരമാണ്. ഈ ലോകത്ത് സംതൃപ്തമായി ജീവിതം അള്ളാഹു മനുഷ്യർക്ക് നൽകി എന്നതിനാണ് ഈ മഹാന്റെ വായിലൂടെ അങ്ങനൊരു വചനം അള്ളാഹു പറയിപ്പിച്ചത്. മാഷാ അള്ളാഹ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഈ രാജാക്കന്മാർ അനുഭവിക്കുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ അത് നമ്മിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ അവർ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നേനെ. വല്ലാഹി ലൗ അലിമൽ മുലൂക് വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീ ലജാലജൂനാ അലൈഹി ബിസ്സുയൂഫ്. അങ്ങനൊരു സന്തോഷമുണ്ട് എന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് അറിയണ്ടേ മരിക്കേണ്ട മുമ്പ്? ഞാനിത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയാൻ തോന്നുന്നുണ്ടോ? ഇത് ഉള്ള കാര്യമാണ്. ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്. നോമ്പിനൊരു ടേസ്റ്റ് ഉണ്ട്. ഖുർആൻ ഓതുമ്പോൾ ഒരു മധുരം കിട്ടും. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, മീറ്റ് ചെയ്യുമ്പോൾ സന്തോഷിക്കൂലേ? അതിലേറെ പടച്ചതമ്പുരാനുമായി മുഅ്മിനീങ്ങൾ സംവദിക്കുമ്പോൾ ഒരാനന്ദം വരാനുണ്ട്. ആ ആനന്ദമുണ്ടെങ്കിൽ നോമ്പ് ഹരമാണ്. ലൈലത്തുൽ ഖദർ നമ്മൾ കാത്തിരിക്കും. തറാവീഹ് നമുക്ക് ആവേശമാണ്. ഖിറാഅത്തുൽ ഖുർആൻ നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാണ്. ഏത് സൽക്കർമ്മവും നമുക്ക് ആനന്ദമായി ആസ്വദിക്കാൻ പറ്റും. എന്തിന്? ഇത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ബോധിക്കുമ്പോൾ. അല്ലാതെ നാട്ടുകാരെല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അതല്ല ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബാദത്ത് എന്ന് പറയുന്നത് ആ വാക്ക് ഉത്ഭവിക്കുന്നത് അബദ. അബ്ദ് എന്ന് പറഞ്ഞാൽ സ്ലൈവ് എന്നാണ്. സ്ലൈവ് എന്ന് പറയുന്നത് അടിമയാണ്. അടിമ തൻ്റെ മാസ്റ്റർ എന്തു പറയുന്നു ക്വസ്റ്റ്യൻ ചെയ്യാതെ അംഗീകരിക്കേണ്ട ആളാണ്. അപ്പോഴേ സ്ലൈവ് ആവുള്ളൂ. എന്നാലും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് ചില കർമ്മങ്ങളുടെ ഹിക്മത്ത്, അതിൻ്റെ തത്വം എന്താണെന്ന്, രഹസ്യം എന്താണെന്ന് പടച്ചവൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ബോധ്യപ്പെടുത്താത്തത് കുറച്ചുണ്ട്. എന്തിനെന്നറിയോ? എല്ലാം ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ നമ്മുടെ അറിവിനെയായിരിക്കും ആരാധിക്കുന്നത്, ആരാധ്യനായ പടച്ചവനെ ആയിരിക്കില്ല. മനസ്സിലായില്ല? പല്ല് തേക്കുന്നതിന് പ്രതിഫലം നമുക്കറിയാം, അതിൻ്റെ സയൻസ് നമുക്കറിയാം. ഉറങ്ങുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം, എന്താണ് അതിൻ്റെ കുട്ടൻസ് എന്നറിയാം. മനുഷ്യനോട് നിബിധങ്ങൾ പറഞ്ഞ ഒരുപാട് ഹൈജീനുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഹജ്ജ്? എന്തിന് തവാഫ്? എന്തിന് സഅയ്? വൈ ഷുഡ് വി സ്റ്റാൻഡ് ഇൻ ദ ഗ്രൗണ്ട് ഓഫ് അറഫാത്ത്? എന്തിന് മുസ്ദലിഫ? എന്തിന് മീന? വൈ ഷുഡ് ഐ സ്റ്റോൺ? വൈ ഷുഡ് ഐ ഗോ ഓൺ കാബ, keeping my left to Kaaba? Why should I do that 7 times? I could rather pray 2 rak'ah. എന്തിനല്ല ചുറ്റാൻ പറഞ്ഞു? എന്തിനാണ് ഈ നടത്തം? എന്തിനാണ് അതും in the specific days of ദുൽഹിജ്ജ? എന്തുകൊണ്ട് മറ്റു സമയത്തായിക്കൂടെ? ഇതിനൊന്നും മറുപടിയില്ല. ഞാൻ പറഞ്ഞത് സബ്മിറ്റ് ഫോർ മീ, എനിക്ക് വേണ്ടി നീ സമർപ്പിക്കുക. തിരിയാത്തത് നമ്മൾ ചെയ്യുമ്പോഴാ സമർപ്പണമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞതല്ലേ, നമുക്ക് കാര്യം കിട്ടുന്നതും ഗുണമുള്ളതും നമ്മൾ ചെയ്യും. അത് മനുഷ്യൻ്റെ ഹ്യൂമൻ നേച്ചറാണ്. പക്ഷെ നമ്മൾ എന്തിനു ചെയ്യുന്നു എന്നറിയാതെ ചെയ്യുന്നതാണ് സമർപ്പണം. അതിനാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. അതാണ് ഇബാദ. അതാണ് ഇബാദത്ത്. എൻ്റെ റബ്ബിനോട് ചെയ്യാൻ പറഞ്ഞു, ഐ മസ്റ്റ് ഡു ഇറ്റ്. എന്തിന്? എൻ്റെ റബ്ബിനോട് ചെയ്യാൻ. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജർ ബീവിയെ മക്കയിലാക്കി തിരിച്ചു പോകുമ്പോൾ ഹാജർ ബീവി ഒരു ചോദ്യം ചോദിച്ചു, യാ ഇബ്രാഹിം, ഓ മൈ ഹസ്ബൻഡ്, are you leaving us alone here? ഇബ്രാഹിം നബി, he nodded. ഇബ്രാഹിം നബി വാക്കുകൊണ്ട് പറഞ്ഞില്ല എന്നാ. ഞാനും എൻ്റെ ഈ കൊച്ചുമോനും 2 മാസം 3 മാസം പ്രായമായ ഇസ്മായിലും ഞാനും ഒരു പീടിക പോലും, ഒരു തട്ടുകട പോലും ഇല്ലാത്ത ഈ നാട്ടിൽ, ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത നാട്ടിലെ എന്നെ ഇവിടെ ആക്കി പോവാണോ? തിരിച്ചു പോകുന്നത് 2000 കിലോമീറ്റർ അപ്പുറത്തേക്കാ, ഫലസ്തീനിലേക്ക്. 2 കിലോമീറ്റർ അല്ല, 2000. എന്നെ ഒറ്റക്കാക്കിട്ടോ? അതെ. പിന്നൊരു ചോദ്യം ചോദിച്ചു ഹാജർ ബീവി, ഇസ് ഇറ്റ് എ കമാൻഡ് ഫ്രം അല്ലാഹ്? അല്ലാഹു അമറക ബിഹാദ? പടച്ചോനാണോ ഇബ്രാഹിമെ നിങ്ങളോട് ഞങ്ങളോട് ഇട്ടേച്ചു പോകാൻ പറഞ്ഞത്? യെസ്. ഇബ്രാഹിം നബി യെസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, തലയാട്ടിന്നാ. അതേ. അപ്പോൾ മഹദി പറഞ്ഞു, ഇദൻ ലൻ യുദയ്യഅനാ
then he will not abandon us. എന്നാൽ ആ പടച്ചവൻ ഞങ്ങൾ ഒരിക്കലും കൈവെടിയുകയില്ല. അവിടമാണ് കഅബം പൊങ്ങി വന്നത്, അവിടെയാണ് സഫയും മറുവയും പുനർജീവിച്ചത്, അവിടെയാണ് സംസം ഉണ്ടായത്, അവിടെയാണ് ഹജറുൽ അസ്വദ് വന്നത്, അവിടെയാണ് അറഫയും മിനയും മുസ്ദലിഫയുമായി മാറിയത്. ആ ഒരു മഹദിയുടെ ആത്മസമർപ്പണമാണ്. ഇദൻ ലൻ യുദയ്യഅനാ. നോമ്പെടുത്താൽ കുഴപ്പമുണ്ടോ? പ്രയാസാവോ? മരുന്ന്, അസുഖം ബുദ്ധിമുട്ടുള്ള ആളുകളോട് നോമ്പ് നോൽക്കണ്ട, നിങ്ങളതിന് ഫിദിയ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഖളാ വീട്ടിയാൽ മതി എന്ന് തന്നെ ഖുർആൻ പറഞ്ഞു വെച്ചു. എന്നാലും എൻ്റെ റബ്ബ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ മെഹബൂബിന് വേണ്ടി ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ ശരീരവും എൻ്റെ ആരോഗ്യവും എല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് റബ്ബ് എനിക്കൊരു കരുത്ത് തരും എന്ന് ആത്മവിശുദ്ധിയും ആത്മസമർപ്പണവും ആത്മബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യണമെന്ന് പറയല്ല, പക്ഷെ അങ്ങനെ ഒരു വശം കൂടെ ഉണ്ട്. രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? സിദ്ദീഖ് തങ്ങൾ എന്ത് ചെയ്തു? ഏറ്റവും വലിയ മുഅ്മിനാരാ? നബി തങ്ങൾ കഴിഞ്ഞാൽ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള അള്ളാഹിൻ്റെ വലിയാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രോഗം വന്നു, മരിക്കാൻ പോകുന്ന രംഗം, അത് ഭയങ്കര അത്ഭുതമാണ്. സിദ്ദീഖ് എന്നവർ നബി തങ്ങൾ വഫാത്താകുന്നത് 63, സിദ്ദീഖ് എന്നവർ മരിക്കുന്നതും 63, ഉമർ എന്നവർ മരിക്കുന്നതും 63, ഉസ്മാൻ എന്നവർ മരിക്കുന്നതും 63. സുബ്ഹാനല്ലാഹ്. ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്താ പറഞ്ഞത്? സിദ്ദീഖ് എന്നവരോട് ചോദിച്ചു സ്വഹാബികൾ, എന്തേ ഡോക്ടർ പറഞ്ഞത്? അപ്പം അന്ന് ഡോക്ടർമാരുണ്ട് കേട്ടോ, അന്ന് ഡോക്ടർമാരുണ്ട്. ഒരു ഷാം എന്നവരെ, സിറിയയിൽ നിന്നവരെ കൂടുതൽ ആളുകൾ. മദീനയിലും പരിസരത്തും കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ പഠിച്ചു, MBBS പഠിച്ചു എന്നൊക്കെ പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ മഹദി റളിയല്ലാഹു അൻഹ മെഡിസിൻ നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പം മദീനയിൽ തങ്ങളെ കാണാൻ വന്ന ഡോക്ടേഴ്സിന് അവരുടെ പ്രിസ്ക്രിപ്ഷനും അവരുടെ ട്രീറ്റ്മെൻറ്റും പഠിച്ചതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ സിദ്ദീഖ് എന്നവരോട് ചോദിക്കുകയാണ്, സിദ്ദീഖ് എന്നവരെ ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു. എന്തേ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു, ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്, ഞാൻ എന്തൊക്കെ നിൻ്റെ ശരീരത്തിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ നിൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്യും എന്നെൻ്റെ ഡോക്ടറിനോട് പറഞ്ഞു എന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഡോക്ടർ വേറെയാണ്. അതൊരു ഈമാനിൻ്റെ അടുത്തൊരു ലെവലാണ്. സിദ്ദീഖ് തങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ല എന്നാ, പക്ഷെ നമ്മളോട് തങ്ങൾ എന്താ പറഞ്ഞു? ഡോക്ടറെ കാണിക്കണം എന്നാ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലെവലിൽ നിങ്ങൾക്ക് ഈമാനുണ്ടോ ആ വഴിക്ക് പോയിക്കോ, ഇല്ലേ നോർമൽ മുസ്ലിമായിട്ട് ജീവിക്കാം, അതിനവസരമുണ്ട്. നബി തങ്ങൾ ഹൈ എൻഡ് ഒരു റോൾ മോഡൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു മീഡിയം ലെവലും കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ലോ ക്ലാസ്സിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവർക്കുള്ള മാതൃകയും ഹബീബിൻ്റെ ജീവിതത്തിൽ 3 ലെവലുകൾ കാണാൻ കഴിയും ഹബീബിൻ്റെ ജീവിതത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? രാത്രികാലത്ത് ഉറക്കൊഴിച്ചിട്ടൊന്നും നിസ്കരിക്കേണ്ട, ഫൽയർഖുദ്, ഉറക്കം വരുന്നത് ഉറങ്ങിക്കോ. അതേ റസൂൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ട് കാല് നീര് വന്ന് വണ്ണം വെച്ചിരുന്നു എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും 2 ലെവലാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കല്ല. പടച്ചതമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ നൽകുന്ന ഈ ഒരു ഇസ്ലാമിൻ്റെ ആനന്ദം, ഇതാണ് ഇതിൻ്റെ ഉത്സാരം. നമ്മൾ ഇതില്ലാണ്ട് ഒരു കോലം കെട്ടി മുസ്ലിമായി നടന്നാലൊന്നും ഇസ്ലാം ആസ്വദിക്കാൻ കഴിയില്ല. ഇപ്പോൾ നല്ല ആരോഗ്യത്തിൽ ജീവിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നല്ല അടിപൊളി ഒരു ടീഷർട്ട്, നൈക്കിയുടെ, അഡിഡാസിൻ്റെ, അല്ലെങ്കിൽ ആർമറിൻ്റെ, നല്ല നല്ല ബ്രാൻഡുകളുടെ ടീഷർട്ടും പിന്നെ അവരുടെ സ്പോർട്സ് വെയറും നല്ല സ്പോർട്സ് ഷൂ ഒക്കെ ഇട്ടിട്ടുങ്ങ നടന്ന ആരോഗ്യം ഉണ്ടാവുമോ? അതിന് പണിയെടുക്കാൻ വേണ്ടേ? പക്ഷെ നമ്മളെന്താ ആ ഒരു നൈക്കിയുടെ ചിഹ്നങ്ങൾ കണ്ടാൽ ഞാനൊക്കെ ഭയങ്കര ആരോഗ്യവാനാന്ന് വെറുതെ തോന്നുകയാണ് എന്ന പോലെ നമ്മളൊക്കെ മുസ്ലിമാണെന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇതിനൊരു ആനന്ദമുണ്ട്, ഇതിനൊരു സന്തോഷമുണ്ട്, ഇതൊരു സആദ. ഇത് ജീവിതത്തിൽ സന്തോഷിക്കാൻ പടച്ചോൻ തന്നതാ ഇസ്ലാം, എന്നല്ലാതെ ബുദ്ധിമുട്ടാക്കാനല്ല. നമ്മുടെ നിസ്കാരം നമുക്ക് ആനന്ദം നൽകും. മഹാന്മാർ പറയാണ്, തആലൈത ലം യുബ്ദി ശൈഉൻ ലിഐനി തബാറക്ത ലം യുംളി സൗതുൻ ബിഉദ്നി വലാകിന്ന ത്വയ്ഫൻ ബിഖൽബി യുത്ല്ലു വമിൻ ത്വയ്ഫിഹി കുല്ലു നൂരിൻ യുഹില്ലു. കണ്ണുകളെ കൊണ്ട് റബ്ബേ നിന്നെ ഞാൻ കണ്ടിട്ടില്ല,
കാതുകളെ കൊണ്ട് റബ്ബേ നിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല, എന്നാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആനന്ദമായി അവതരിക്കുകയാണ് റബ്ബേ നീ എൻ്റെ മനസ്സിലേക്ക്. ഇതാണ് വിശ്വാസി. കണ്ണുകൊണ്ട് കാണുന്നില്ല, കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടുമാണെങ്കിൽ അത് പരീക്ഷയല്ല. ബുദ്ധി കൊണ്ട് പടച്ചവനെ കാണാനായി ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ഈമാൻ, വിശ്വാസത്തിൻ്റെ മധുരം അറിയാൻ കഴിയുന്ന ആളുകൾ 3 പേരാണ്, 3 സ്വഭാവമുള്ളവരാണ്. മൻ റളിയ ബില്ലാഹി റബ്ബൻ, പടച്ചവൻ അല്ലാഹു എൻ്റെ രക്ഷിതാവാണെന്ന് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവർ. വിശ്വസിച്ചവരത് മാത്രമല്ല, മനസ്സുകൊണ്ട് തൃപ്തിപ്പെടണം. അല്ലാഹു എനിക്ക് റബ്ബ് മതി, എൻ്റെ റബ്ബ് മതി. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം എൻ്റെ ദീനാണ് എന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടവർ. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, പുണ്യ റസൂൽ എൻ്റെ റസൂലാണെന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടവര്. മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു, എൻ്റെ റസൂൽ, എൻ്റെ മതം, എൻ്റെ അല്ലാഹു. ഇത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവർക്ക് വിശ്വാസത്തിൻ്റെ മധുരമുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. പ്രൊഫസർ ബോഡ്ലി എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ മൊറോക്കോയുടെ മരുഭൂമികളിൽ 7 വർഷം കാട്ടറബികളുടെ കൂടെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ മെസ്സഞ്ചർ. റസൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. പ്രൊഫസർ ബോഡ്ലി 7 വർഷം മരുഭൂമിയിലൂടെ ജീവിച്ച് അറബികളുടെ ബതുക്കളായ ആളുകൾ, ബെഡുവിൻസ്, അവർക്ക് അങ്ങനെ വണ്ടിയും വാഹനം ഉണ്ടാവും, എന്നാലും ലക്ഷറി ഒന്നും ജീവിതത്തിൽ അവർക്ക് തൊട്ടുതുണ്ട്. ഇപ്പോഴുണ്ട് കേട്ടോ അത്തരം ആളുകളൊക്കെ. അങ്ങനെ ജീവിക്കുന്ന ഒരു റിമോട്ട് ഏരിയയിൽ താമസിക്കുന്ന ബെഡുവിൻസ് ഇപ്പോഴും മൊറിറ്റാനിയയിലുണ്ട്, മൊറോക്കോയിലുണ്ട്, അത് ആ പരിസരത്തുള്ള ലിബിയ, ആ ഒരു സഹാറ മരുഭൂമിയുടെ ആ ഒരു നോർത്തേൺ ഭാഗങ്ങൾ, അവിടങ്ങളിലൊക്കെ ഇപ്പോഴും പച്ചപ്പാവങ്ങളായ അറബികളുണ്ട്. ഇദ്ദേഹം അവരുടെ കൂടെ ജീവിച്ചിട്ട് അദ്ദേഹം പറയാ, അറബികളുടെ, അവർ മുസ്ലിമീങ്ങളാണ്, അറബികളുടെ ആത്മവിശ്വാസം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ 7 വർഷങ്ങളായിരുന്നു അത്. മിസ്റ്റർ ബോഡ്ലി ഇസ്ലാം സ്വീകരിച്ചു. അപ്പം അതിന് മുമ്പത്തെ കഥ പറയാം അദ്ദേഹം. അന്നൊരു കൊടുങ്കാറ്റ് വീശി. അദ്ദേഹം ആ കാട്ടറബികളെപ്പോലെ ഒരു കൂട്ടം ആടുകളെ മേച്ചു നടന്നു എന്നാണ്. അവരുടെ കൂടെ ഒരാളായിട്ട് ജീവിച്ചു. ആടുകളെ മേച്ച്, ഒരു കൂട്ടം ആടുകൾ അദ്ദേഹത്തിനുണ്ട്, കൂടെ ഒരുപാട് ബെഡുവിൻസ്. കാരണം മൊറോക്കോയിൽ നിന്ന് നേരെ കടൽ കടന്നാൽ പിന്നെ സ്പെയിനാണ്. സ്പെയിൻ ഇങ്ങനെ നോക്കിയാൽ കാണും. ടാൻജിയർ എന്ന് പറയുന്നൊരു സിറ്റിയുണ്ട് മൊറോക്കോയിൽ. അവിടെ നിന്നാൽ മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക് സമുദ്രവും കൂടിച്ചേരുന്ന സ്ഥലമാണ്. അതിൻ്റെ അപ്പുറത്ത് സ്പെയിൻ്റെ ഒരു സിറ്റി ഇങ്ങനെ നോക്കിയാൽ കാണും. ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടവർ വരെ ഉണ്ടായിരിക്കും. ഒരു വല്ലാത്ത ജിയോഗ്രഫിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൾച്ചർ, അവരുടെ സംസ്കാരവും ചില നന്മകളൊക്കെ ഇങ്ങോട്ട് മൊറോക്കോയിലേക്ക് കടന്നു വന്നത് കാണാൻ കഴിയും. മൊറോക്കൻ അറബികൾ നല്ല ക്ഷമയുള്ള, അവിടെ വണ്ടികളൊന്നും ഒരു ഹോൺ അടിക്കൂല. കാരണം ഈജിപ്തിൽ ചെന്നാൽ നമ്മുടെ നാടിനേക്കാളും കഷ്ടത്തിൽ ഹോൺ അടിക്കും. കെയ്റോ നഗരമൊക്കെ പറഞ്ഞാൽ ഹോണും ഒച്ചപ്പാടും ഡിസിപ്ലിൻ ഇല്ലാത്ത, നമ്മളെ പഴയ ബോംബെ, അതാണ് കെയ്റോ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സംഭവം നമുക്ക് കെയ്റോവിൽ കാണാൻ കഴിയും. പക്ഷേ കെയ്റോൻ്റെ അപ്പുറം തന്നെ അങ്ങറ്റമാണ്, അതിൻ്റെ ഒരു സ്ട്രെച്ച് തന്നെയാണ് അങ്ങ് മൊറോക്കോ. പക്ഷേ മൊറോക്കോയിലെ ആളുകൾ ലൈൻ ഡിസിപ്ലിൻ, ആരും ലൈന് തെറ്റിക്കൂല, ട്രാഫിക് വണ്ടി ഓടിക്കുമ്പോൾ ഹോൺ അടിക്കൂല, നല്ല സൗമ്യരായ നല്ല ക്ഷമയുള്ള മനുഷ്യന്മാർ. ഞാൻ അത്ഭുതപ്പെട്ടു, ഇവരൊക്കെ അറബികൾ തന്നെയാണോ എന്ന്. അപ്പോൾ അത്രയും നല്ല ചില സംസ്കാരങ്ങളൊക്കെ ആ നാടുകളിലുണ്ട്. പോട്ടെ, നമുക്ക് മരുഭൂമിയിലേക്ക് വരാം. അപ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ച കഥ പറയുകയാണ് പ്രൊഫസർ ബോഡ്ലി. ആ കൊടുങ്കാറ്റടിച്ചപ്പോൾ ഒരുപാട് ആളുകളുടെ ആടുകളൊക്കെ പറന്നുപോയി, പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട്. അത്ര വലിയ കൊടുങ്കാറ്റടിച്ചു മരുഭൂമിയിൽ. അദ്ദേഹം പറയാ, എൻ്റെ കൂടെയുള്ള അറബികൾക്ക് ഒരൊറ്റെണ്ണത്തിനൊരു പേടിയില്ല, ഒരു വിഷമവുമില്ല. കാറ്റൊക്കെ പോയി തീർന്നപ്പോൾ ഇവരിങ്ങനെ ചിരിച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്, എന്നാലും നമ്മളെ 40% ആടുകൾ ബാക്കിയുണ്ടല്ലോ, 60 പോയിട്ടുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇവരിൽ നിന്നാണ് ക്ഷമ എന്താണെന്ന് പഠിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവരുടെ യാത്ര പോയൊരു കഥ പറയുന്നുണ്ട് തൻ്റെ പുസ്തകത്തിൽ, ദ മെസ്സഞ്ചർ. ഞങ്ങൾ പോയി ഒരു കാറിൽ പോവുകയാണ്, പഴയ വണ്ടിയായിരിക്കും,
ബെഡുവിൻസ് കാട്ടറബികളുടെ ഏരിയയിലൂടെ പോവല്ലേ, മരുഭൂമിൻ്റെ നടുവിൽ. അങ്ങനെ ടയർ പഞ്ചറായി. ടയർ പഞ്ചറായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഡ്രൈവറോട് ദേഷ്യം തോന്നി. ഞാൻ പറഞ്ഞു, അല്ല പൊന്നു ചങ്ങാതി, ഈ ടയറൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരണ്ടേ, ഈ മരുഭൂമിയിൽ എവിടുന്ന് പഞ്ചർ കട കിട്ടാനാ? അപ്പം എൻ്റെ കൂടുതലുള്ള ആളുകളൊക്കെ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കുക, സല്ലി അലൻ നബി, പുണ്യ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയും. ദേഷ്യപ്പെടുന്നവരോടൊക്കെ അങ്ങനെ പറയാം, സല്ലി അലൻ നബി, റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയും. അവർ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ ദേഷ്യങ്ങ് പോകും. അത് അവരുടെ ശൈലിയാണ്. ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഇപ്പോൾ അടിപിടി കൂടുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് പറയും, സല്ലി അലൻ നബി, റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്ത് ടയർ പോയിട്ട് നീ സ്വലാത്തല്ലേ എന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ ഈ പഞ്ചറായ ടയറും കൊണ്ട് കുറച്ച് ദൂരം മുമ്പിൽ പോയി. 3 ടയർ ഓക്കെയാണ്, 1 ടയർ പോയിട്ടുണ്ട്. പിന്നെ പോയി വണ്ടി നിന്നപ്പോൾ അറിയണത് പെട്രോളും തീർന്നിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, മരുഭൂമിൻ്റെ നടുവിലാണ്. എനിക്ക് എന്തൊക്കെയോ ആക്രോശിക്കാനും നിലവിളിക്കാനൊക്കെ തോന്നി. അവർ പറഞ്ഞു, ഇന്ന് നമ്മൾ ഇറങ്ങി നടക്കല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവന്മാർ ഒരു കുഴപ്പമില്ലാണ്ട് അവർ കൂളായിട്ട് അങ്ങനെ നടന്നു. എവിടെയാണോ ഇനി അടുത്ത വണ്ടി കിട്ടുന്നത് അവിടത്തേക്ക് നടന്നു. ഞാനും കൂടെ. എനിക്ക് ക്ഷമ എന്താണെന്നും പടച്ചവൻ നിയന്ത്രിക്കുന്ന ലോകമാണിതെന്നും ഇങ്ങനെ വിശ്വസിക്കുന്നൊരു സമൂഹത്തെ എനിക്ക് വേറെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ മെസ്സഞ്ചർ. അത് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിച്ചു. കാരണം ഖദറിലും ഖലായിലും വിശ്വസിക്കുന്നൊരു സമൂഹം, പ്രപഞ്ചത്തിൽ നടക്കുന്നതിൽ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ വണ്ടി പെട്രോൾ നോക്കാണ്ട് ടയർ ചെക്ക് ചെയ്യാണ്ട് സർവീസ് നടത്താണ്ട് വണ്ടി ഓടിക്കണം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അതവിടെ ഒരു സ്പെഷ്യൽ ഒരു ചരിത്രം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായപ്പോൾ പൊട്ടിത്തെറിക്കാതിരുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ, ഇദൽ ഈമാനു ളഅഫ ലാ അമാനു വലാ ദുന്യൻ ലിമൻ യുബ്കി ദീനാ വമൻ റളിയൽ ഹയാത ബിഗൈരി ദീനിൻ ഫഖദ് ജഅലൽ ഫനാഅ ലഹാ ഖരീനാ. ഇസ്ലാം എന്ന് പറയുന്നത്, മതമെന്ന് പറയുന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരാൾ, ഒരു വലിയ ശക്തിയുണ്ട് എന്ന മനുഷ്യൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസമില്ലെങ്കിൽ മനുഷ്യൻ തകർന്നു പോകും. നമ്മളെ കൈപിടിക്കാൻ ഒരാളുണ്ട്, എന്നെ കാണുന്ന ഒരാളുണ്ട്, എന്നെ വീക്ഷിക്കുന്ന ഒരാളുണ്ട്. എൻ്റെ റബ്ബാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, ഞാനല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളാണ്. പക്ഷെ നമ്മുടെ മേൽ സംഭവിക്കുന്നത്, ഒരു ആക്സിഡൻറ്റ്, എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭമുണ്ടാകുന്നത്, ആൾ രോഗിയാകുന്നത്, ഇതൊന്നും നമ്മൾ ചെയ്യുന്ന പണിയല്ല. ആരെയും പഴിചാരരുത്. എൻ്റെ റബ്ബിൻ്റെ ഇടപെടലാണ്. എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഞാൻ ക്ഷമ കാണിക്കുമോ? അല്ലയോ ഞാൻ വിരളി വിളിക്കുമോ? എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എന്നെ പരീക്ഷിക്കുകയാണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമാണ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇദൽ ഈമാനു ളഅഫ ലാ അമാനു വലാ ദുന്യാ ലിമൻ യുബ്കി ദീനാ. വിശ്വാസമില്ലെങ്കിൽ എന്ത് ആത്മധൈര്യം? ആത്മധൈര്യം എന്നത് പടച്ചവനിലുള്ള ഈ മനുഷ്യൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് സന്തോഷങ്ങളിൽ, മനുഷ്യൻ്റെ വിജയങ്ങളിൽ, ആ വിജയത്തിൻ്റെ ആദ്യത്തെ പാഠമെന്ന് പറയുന്നത് നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ആരാധന നമ്മൾ ശരിയാക്കുക എന്നതാണ്. രണ്ടാമത്തേത് സഅദതു അർറിളാ. സക്സസ് ഈസ് കണ്ടന്റ്മെന്റ്. വിജയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടലാണ്, മനുഷ്യൻ്റെ കൽബ് കൊണ്ട് തൃപ്തിപ്പെടലാണ്. യുദ്ധം നടക്കാൻ പോകുമ്പോൾ, ഖൈബർ യുദ്ധം നടക്കാൻ പോകുമ്പോൾ, ആ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ജീവൻ നഷ്ടപ്പെടാനിടയുള്ള ഒരനുഭവമാണ് യുദ്ധം എന്നൊക്കെ പറയുന്നത്. അന്ന് അത്തരം സാഹചര്യങ്ങളുണ്ടായി. പ്രവാചകർക്ക് ഇടപെടേണ്ടി വന്നു, പ്രതിരോധിക്കേണ്ടി വന്നു. നമ്മളെ ചരിത്രത്തിലേക്ക് പോവുകയല്ല. ഞാനവിടെ പോയാൽ എൻ്റെ ജീവൻ എന്താകും എന്ന് പേടിച്ച്, അല്ലെങ്കിൽ ഭീരുക്കളായി മാറി നിന്ന ആളുകളോട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട് 2 വരികളിലൂടെ. അയ്യോ യൗമയ്യ മിനൽ മൗതി അഫിറു യൗമുൻ ലാ ഖുദ്ദിർ അം യൗമുൻ ഖുദ്ദിർ. ഞാൻ ഏത് ദിവസത്തെയാണ് പേടിക്കേണ്ടത്? ഇന്നത്തെ ദിവസം എൻ്റെ മരണം അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെയാണോ പേടിക്കേണ്ടത്? ഇന്ന് ഞാൻ മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ ആ ദിവസത്തെ ഞാൻ പേടിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഞാൻ മരിക്കുമെന്ന് പടച്ചവൻ തീരുമാനിച്ച ദിവസമാണോ ഇന്ന്? അതല്ല, മരിക്കൂല എന്നാണോ പടച്ചവൻ്റെ തീരുമാനം? ഞാൻ എന്തിനെയാ പേടിക്കേണ്ടത്?
അതൊരു വല്ലാത്ത ധൈര്യമാണ്. യൗമുൻ ലാ ഖുദ്ദിറ ലാ അർഹാബുഹു വമിനൽ മഖ്ദൂരി ലാ യൻജുൽ ഹദിർ. എനിക്കല്ലാഹു വല്ലതും സംഭവിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? പടച്ചവൻ എനിക്ക് വല്ലതും സംഭവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭയം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അത് സംഭവിക്കുമെന്ന് ഉറപ്പല്ലേ, എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ച പടച്ചവൻ്റെ ഖളാ അള്ളാഹു തീരുമാനിച്ചെങ്കിൽ അത് നടന്നിരിക്കും, ഞാനതിന് നിന്നുകൊടുക്കുക മാത്രമാണ് റബ്ബേ. നമ്മുടെ ഈമാൻ കാര്യത്തിൽ 6ാമത്തേത് ഇതാണ്, അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ, ബിലീവ് ഇൻ ദ ഡിവൈൻ ഡെസ്റ്റിനി ഓഫ് അല്ലാഹ്, ഗുഡ് ആൻഡ് ഈവിൽ thereof. നല്ലതും ചീത്തയും നമ്മുടെ കർമ്മങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, നമ്മൾ അനുഭവിക്കുന്നതിൽ നമുക്ക് സംഭവിക്കുന്ന നല്ലതും ചീത്തയും എല്ലാം അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചിവിടെ നടപ്പാക്കുന്നതാണ്. അതൊന്നും ഒരു റാൻഡം ആക്ഷനുകളല്ല എന്ന് പഠിപ്പിക്കുന്ന ഈമാനു ബിൽ ഖദർ. ചരിത്രത്തിലേക്ക് വരാം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ജീവിതത്തിൻ്റെ അവസാനകാലം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. അള്ളാഹു നമ്മുടെ കണ്ണിന് ആഫിയത്ത്, നമ്മുടെ ശരീരത്തിന് മുഴുവനും ആഫിയത്ത്, മരണം വരെ അള്ളാഹു നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. കണ്ണ് നഷ്ടപ്പെട്ടാൽ പിന്നെ യാ അള്ളാഹ്, ഷുഗർ കൊണ്ടും മറ്റൊക്കെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ദുആരക്കാൻ പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു എല്ലാവർക്കും ആ കാഴ്ചശക്തി അള്ളാഹു അത്ഭുതകരമായി തിരിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ അമ്മാവനെന്ന് നബി തങ്ങൾ ആലങ്കാരികമായിട്ടല്ല, തങ്ങളുടെ കുടുംബ ബന്ധത്തിലും ആ വഴിയിലൂടെ വരുമ്പോൾ സഅദ് എന്നവർ നബി തങ്ങളുടെ പിതൃ സഹോദരനാണ്. മല്ലഹു അമ്മുൻ കഅമ്മി ഫഅരിനി അമ്മഹു. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞ, ആർക്കാണ് എൻ്റെ എളാപ്പയായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആർക്കാണ് ഒരു പിതൃ സഹോദരനുള്ളത്, എനിക്കൊന്ന് കാണിച്ചുതാ. സഅദ് എന്ന് പറയാം, ആ വാക്ക് മതി എനിക്ക്. എന്നെ റസൂൽ അങ്ങനെ ഒന്ന് ആദരിച്ചില്ലേ, എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ റസൂലിൻ്റെ അമ്മാണ്. അമ്മ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരങ്ങൾക്കാണ് അമ്മ എന്ന് പറയാ. എന്നെ റസൂൽ ആ അത് മതി എനിക്ക് എന്ന് മഹാനായ സഅദ് എന്നവർ എപ്പോഴും അതിങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കാറുണ്ട്. ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്ന കാലം പുണ്യ റസൂൽ എൻ്റെ നെഞ്ചിലിങ്ങനെ കൈവച്ചു, എന്നിട്ട് എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തന്നു. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. 10-15 വർഷം കഴിഞ്ഞിട്ട് സഅദ് എന്നവർ പറയാൻ, ഫവല്ലാഹി ലഅജിദു ബർദ കഫൈഹി അലാ സദരി ഹാദാ, ആ പുണ്യകരങ്ങളുടെ കയ്യിൻ്റെ തണുപ്പ് ഇന്നും എൻ്റെ നെഞ്ചിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് റളിയല്ലാഹു അൻഹു. അവരുടെ ആത്മബന്ധമാണ് ആ പറയുന്നത്. സ്വഹാബികൾ അങ്ങനെയാണ്, വെറുമൊരു ഗുരുശിഷ്യ ബന്ധം മാത്രമല്ല, അതൊരു ആത്മീയ, ഒരു സ്പിരിച്വൽ ബോണ്ടാണ്, വല്ലാത്തൊരു ബന്ധമാണത്. സഅദ് എന്നവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാലം. സഅദ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള മഹാനാണ്, ചോദിച്ചാൽ ഉത്തരം കിട്ടും. മുസ്തജാബത്ത് ദഅവ. ഒരാൾ വന്ന് ദുആ ചെയ്തു, ദുആ ചെയ്യാൻ പറഞ്ഞു. സഅദ് എന്നവരെ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, എനിക്കൊന്ന് ദുആ ചെയ്തു തരുമോ? സഅദ് എന്നവർ ദുആ ചെയ്തു കൊടുത്തു. അദ്ദേഹം നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരു സ്വഹാബിയുടെ കറാമത്താണത്. ഇതൊന്നും ഡിങ്കം കഥയല്ല. മുസ്ലിമീങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ലല്ലോ. അല്ലാത്തവനോ ഡിങ്കനും ആയവയ്ക്ക് ആയിരിക്കും, ഒരു പോട്ടെ വഴിക്ക് പോയിക്കോട്ടെ. അമ്പിയാക്കളുടെ മുഅ്ജിസത്തും ഔലിയാഇൻ്റെ കറാമത്തുകളും അത് ഉള്ളതാണ്. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമ്പോൾ പ്രയാസമുള്ളൂ, ഇത് ഉള്ളതാണ്. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി അവിടെ നിന്ന് നടന്നുപോയി. അപ്പോൾ ആ പിതാവിൻ്റെ കൈപിടിച്ച് വന്ന മോൻ ചോദിച്ചു, സഅദേ, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച കിട്ടാൻ നിങ്ങൾക്കൊന്ന് ദ്വാരുന്നൂടെ എന്ന് ചോദിച്ചു. വന്ന ഒരാൾക്ക് വേണ്ടി ദ്വാരുന്നപ്പോൾ കാഴ്ച കിട്ടിയില്ലേ, നിങ്ങൾക്ക് ദുആ ചെയ്തൂടെ എന്ന്. ഈ സഅദ് എന്നവർ ആരാന്നറിയോ? സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഹബീബ് പറഞ്ഞ 10 പേരുടെ പേരെടുത്ത് പറഞ്ഞതിൽ ഒരാളാണ് ഈ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد بن وقاص سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ,
ഖളാഉല്ലാഹി അഹ്സനു ഇൻദി മിൻ ബസ്വരി. എൻ്റെ റബ്ബ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഖളായിൽ തൃപ്തിപ്പെടുന്നതാണ് മോനെ. ആ കണ്ണ് തിരിച്ചു തരണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ സഅദ് ഇഷ്ടപ്പെടുന്നത് എന്ന് ആ പിഞ്ചുമോനോട് മറുപടി പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു. ഇതൊരു ലെവൽ വേറെയാണ്. ഞാൻ പറഞ്ഞ എക്സിക്യൂട്ടീവ് ലെവലാണ്. അല്ലാത്തവരൊക്കെ ദുആ ചെയ്യും. സ്വഹാബികൾ 30 കൊല്ലം പാരലൈസായി കിടന്നൊരു സ്വഹാബിയുണ്ട്, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. മലക്കുകൾ ഉണർന്നാൽ വലതു ചുമലിലെ മലക്കും ഇടതു ചുമലിലെ മലക്കും ഖാന യുസല്ലിമു അലൈഹി, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമായിരുന്നു എന്നാ. അങ്ങനത്തെ മഹാനാണ്. 30 കൊല്ലം രോഗിയായി കിടന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്കൊന്നും ആയിരുന്നൂടെ, മലക്കുകൾ സലാം പറയുന്ന മഹാനല്ലേ നിങ്ങൾ. മുമ്പ് ദുആ ചെയ്തു, അസുഖം മാറി, പള്ളിക്ക് നടന്നു വരാൻ തുടങ്ങി. പക്ഷേ ഈ മലക്കുകൾ പിന്നെ വരാതായി. അപ്പം അദ്ദേഹം തിരിച്ചു ദുആ, പഠിച്ചോനെ നടക്കാൻ പറ്റുന്നൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് അവരുടെ മലക്കുകളുടെ മുസാഫത്ത് നഷ്ടപ്പെട്ടു പോയി. എന്നെ രോഗിയാക്കി തന്നാൽ അത് കിട്ടുമെങ്കിൽ എനിക്ക് രോഗം തന്നേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും രോഗത്തിലേക്ക് പോയി. അങ്ങനെ മഹാനവർ വഫാത്തായി. 30 കൊല്ലം. അത് സ്വഹാബികളിൽ ചില ലെവലുകളുണ്ട്. നമ്മൾ എല്ലാവർക്കും ബാധകമെന്ന് പറയൂല. അത് ഹദീസ് പഠിക്കുമ്പോഴും ഖുർആൻ പഠിക്കുമ്പോഴും ചരിത്രം പഠിക്കുമ്പോഴും ചില ലെവലുകളെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും എല്ലാം എടുക്കാൻ പറ്റൂല. നബി തങ്ങൾ ദുആ ചെയ്ത, പടച്ചവനെ എന്നെ ഒരു പാവമായിട്ട് ജീവിപ്പിച്ചാൽ മതി നബിയെ. അല്ലാഹുവേ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, മിസ്കീനായി മരിപ്പിക്കണേ. നമ്മളോട് പറഞ്ഞു, നിങ്ങളാരും ഇത് ദുആ ചെയ്യരുത്, ഇത് നബിതക്ക് മാത്രമുള്ള പ്രാർത്ഥനയാണ്. മിസ്കീനാകുമ്പോൾ നല്ല പ്രയാസം വരും. ഒരു നേരം തിന്നാൻ കിട്ടാണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഭാര്യ ഇറങ്ങിപ്പോകും. മക്കൾ വാപ്പാനെ പേരുന്ന് റേഷൻ കാർഡിൽ നിന്ന് വെട്ടും. ഈ വാപ്പാനെ കൊണ്ട് കാര്യമില്ല എന്ന് പറയും. ക്ഷമിക്കേണ്ടി വരും. എനിക്ക് ക്ഷമയുണ്ട്, നിങ്ങൾക്കത് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഹബീബിന് മാത്രമുള്ള പ്രാർത്ഥനയാ. മിസ്കീനായി ജീവി. നമ്മോട് എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക്. പടച്ചവനെ, നിന്റെ ഹലാലായ സമ്പാദ്യം എമ്പാടും എൻ്റെ കയ്യിൽ താ പടച്ചവനെ. ഹലാല് മതി റബ്ബെ, ഹറാമ് വേണ്ട, എനിക്ക് തരണം എന്ന് ചോദിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. റസൂൽ എന്ത് പറഞ്ഞു? എന്നെ മിസ്കീനായി ജീവിപ്പിച്ചാൽ മതി പടച്ചവനെ. തങ്ങൾ മിസ്കീനായിട്ടാണ് ജീവിച്ചത്. മിസ്കീനായിട്ടാണ് ഹബീബ് വഫാത്താകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ബുനയ്യ ഖളാഉല്ലാഹി ഇൻദി അഹ്സനു മിൻ ബസ്വരി. എൻ്റെ റബ്ബിൻ്റെ തീരുമാനം അതാണെങ്കിൽ മോനെ, ആ റബ്ബിൻ്റെ തീരുമാനമാണ് എൻ്റെ കാഴ്ച കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം. അള്ളാഹുവിൻ്റെ ഖളായിൽ മനുഷ്യൻ വിശ്വസിക്കണം. ചില ഇടപെടലുകൾ, ചില വിവാഹബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത്, മക്കൾക്ക് മരണം സംഭവിക്കുന്നത്, മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ സംഭവിക്കുന്നത്, കടം കൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്, ജോലിസ്ഥലത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത്, പ്രവാസലോകത്ത്, നാട്ടിൽ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴെല്ലാം അള്ളാഹു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഖനമെത്രയാണെന്ന് പരിശോധിക്കുകയാണ്. 4 ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മളങ്ങ് തകർന്നു പോകുന്നുണ്ടോ? നാട്ടുകാർ വല്ലതും പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സങ്ങ് മടുത്തു പോകുന്നുണ്ടോ? അതല്ല, എൻ്റെ റബ്ബ് എന്നിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെല്ലാം അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ സഹിക്കാൻ ഒരുക്കമാണ് എന്ന് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? ഇത് പരിശോധിക്കുകയാണ് അല്ലാഹു. വിശ്വാസികളെ വിജയം, സആദ, സന്തോഷം കടന്നു വരുന്ന വഴി അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തന്നത് നിങ്ങൾ ജനങ്ങളുമായി നന്നായി പെരുമാറുമ്പോഴാണ്. അസ്സആദതു അത്തആമുലു അദ്ദീനു അൽ അഖ്ലാഖ്. ഇസ്ലാം എന്ന് പറയുന്നത് സ്വഭാവ ഗുണങ്ങളാണ്. റസൂലിൻ്റെ ഹദീസാണ്. പള്ളിയിൽ നിന്ന് നമ്മൾ നിസ്കരിച്ചിറങ്ങിപ്പോരുന്നു, ഒരൊറ്റ കുട്ടിയോട് ചിരിക്കൂല, 5 പൈസൻ്റെ സഹായം ഒരാൾ കൊടുക്കില്ല. പക്ഷെ കറക്റ്റ് നിസ്കരിക്കുന്ന ആളാണ്, കറക്റ്റ് നോമ്പെടുക്കുന്ന ആളാണ്. ഒരാൾക്കും അയാളോട് സംസാരിക്കാൻ ധൈര്യമില്ല, കാരണം ചൂടാവും. ഈ മനുഷ്യൻ യഥാർത്ഥ മുസ്ലിം ഇപ്പോഴും ആയിട്ടില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്തേ? ഈ ആരാധന നമ്മളെ മനുഷ്യനോട് നന്നായി പെരുമാറുന്ന ഒരു മനുഷ്യനാക്കി മാറ്റണം. നോമ്പ് എന്തായാലും നമ്മൾ എടുക്കണം. രാത്രിയിലെ നിസ്കാരം പറ്റുന്നത്ര വർദ്ധിപ്പിക്കണം. ഒരു തറാവീഹ് കഴിഞ്ഞ് മാത്രം നിർത്തരുത്. നമ്മളായിട്ട് ഒറ്റയ്ക്ക് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇനി അതിന് സമയം കിട്ടാത്ത ആളുകൾ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരണേ. രാത്രി നിന്ന് നിസ്കരിച്ച ഒരു മനുഷ്യൻ്റെ കൂലി, പകലിൽ സുന്നത്ത് നോമ്പെടുത്ത മനുഷ്യൻ്റെ കൂലി. ഫർളെടുത്തേ മതിയാവും. ഈ പറഞ്ഞ ഹദീസ് കൊണ്ടുപോയിട്ട് നീ ഞാൻ നോമ്പെടുക്കണില്ല എന്ന് പറയരുതേ. സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂലി, രാത്രി സുന്നത്ത് നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ കൂലി ഒരാൾക്ക് ലഭിക്കാൻ
നല്ല സ്വഭാവമുണ്ടായാൽ മതിയെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നർ റജുല ലയബ്ലുഗു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സ്വായിമിൽ ഖായിം. രാത്രികാലങ്ങളിൽ നിന്ന് നിസ്കരിക്കുകയും പകലന്തിയോളം സുന്നത്തായി നോമ്പെടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ പ്രതിഫലം, ഒരാളിൻ്റെ പ്രതിഫലം സൽസ്വഭാവമുള്ള ആണിനും പെണ്ണിനും അള്ളാഹു രേഖപ്പെടുത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ കൂടെ നാളെ അരികത്തിരിക്കണമെന്ന് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ഹബീബിനെ കാണണം, റസൂലുള്ളാഹിന്റെ കൈ പിടിക്കണം, അവിടുത്തെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ എന്ന് കുടിക്കണം. അവിടുന്ന് ആദ്യമായി സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കണം. ഇതാ നമ്മുടെ ആഗ്രഹം. എന്താ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നാളെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റണം. നമ്മുടെ ലക്ഷ്യം അതാണ്. ബാക്കി നമ്മുടെ ജോലിയാണ്, ലൈവ്ലിഹുഡ്സ്. പൈസ വേണം, ജീവിക്കാൻ വരുമാനം വേണം, അധ്വാനിക്കണം, ജോലി ചെയ്യണം. അത് നമ്മുടെ ലക്ഷ്യമല്ല, അതൊരു മാർഗമാണ്. ആ പൈസ കിട്ടിയിട്ട് നമ്മൾ ദാനം ചെയ്ത് സ്വതക്ക ചെയ്ത് ഹജ്ജും ഉംറയും പരസ്പരം സഹായവും ഒക്കെ ചെയ്തിട്ട് ഹബീബിൻ്റെ അരികത്തെത്താൻ പറ്റണം. അതാണ് ലക്ഷ്യം. കച്ചവടക്കാരോട് പറയണേ, കച്ചവടം തുടങ്ങുമ്പോഴേ കാശുണ്ടാക്കണമെന്ന് നിയ്യത്ത് വെക്കരുത്. അത് ലക്ഷ്യമല്ല. കാശുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ നിയ്യത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത്. കാശുണ്ടാക്കുക എന്നത് ബിസിനസ്സിൽ ആരും ഉദ്ദേശിക്കുന്നതാണ്. ഒരു വിശ്വാസം എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ കാശ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു റോൾസ് റോയ്സ്, ഒരു ലംബോർഗിനി, ഒരു ഫെറാറി, അങ്ങനെ വണ്ടികൾ വാങ്ങിക്കൂട്ടണം എന്നാണോ നിങ്ങളുടെ ലക്ഷ്യം? അതല്ല. എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടായി കഴിഞ്ഞാൽ എൻ്റെ അയൽപക്കത്തെ ആ സഹോദരന്, നമ്മുടെ ജോസിനൊരു വീട്, കൃഷ്ണൻകുട്ടിക്കൊരു വീട്, ഹംസക്കുട്ടിക്കൊരു വീട്, ആ കുട്ടിയെ കല്യാണം കഴിച്ചേക്കണം, ആ പെൺകുട്ടിക്ക് പഠിക്കാനുള്ള സാമഗ്രി കൊടുക്കണം, അവളുടെ കോളേജിൻ്റെ ഫീസ് അടക്കണം, ആ മോനെ നടക്കാൻ പറ്റില്ല, ഒരു വീൽ ചെയർ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, അവന് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തു കൊടുക്കാം. ഇതൊക്കെ റബ്ബേ എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യമാണ്, അതിന് നീ പൈസ തരണം. അവൻ ചെയ്യുന്ന കച്ചവടം ഇബാദത്താണ്. പൈസ ഉണ്ടാക്കാനല്ല കച്ചവടം ചെയ്യേണ്ടത്, പൈസ കിട്ടിയിട്ട് എന്തു ചെയ്യും എന്ന നിയ്യത്ത് വേണം. അതിനാണ് ഒരു മുസ്ലിം കച്ചവടം. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ഉടനെ പറഞ്ഞത്, സ്വഹാബികളെ അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഹദീസാണിത്. മദീനയിൽ കാലുകുത്തിയ അന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഹദീസിൻ്റെ ഭാഗമാണ് അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകണം, കച്ചവടം ചെയ്യണം. എന്തിനെന്നറിയോ? സമൂഹത്തിൻ്റെ സേവനം ചെയ്യണമെങ്കിൽ കാശ് വേണം, കാശുണ്ടാക്കണമെങ്കിൽ അധ്വാനിക്കണം. അതുകൊണ്ട് കച്ചവടത്തിന് പോകണം, എല്ലാവരും മാർക്കറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളോടാ പറഞ്ഞു. അൻസ്വാരികൾ കൃഷിക്കാരാ, അവർക്ക് കൃഷിയിടമുണ്ട്. മദീനക്കാർക്ക്, മക്കയിൽ നിന്ന് വന്നവർ, അവർക്കൊന്നുമില്ല, പോയി കച്ചവടം ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ഏറ്റവും വലിയ മുതലാളിയായി